ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീസ് കോർണർ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക കൊണ്ടുള്ളൊരു കറിയാണ്. വെണ്ടയ്ക്ക കൊണ്ടുള്ള ഒരു മസാല കറി. ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നന്നായിട്ട് കഴിക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. Welcome to Sri's Corner. Please subscribe our channel and click the bell icon to get new video notifications. So let's see how to make this new and tasty recipe. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ കുറച്ച് ഫ്രഷ് വെണ്ടയ്ക്കകളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തലപ്പും വാലും കട്ട് ചെയ്തതിന് ശേഷം ഒരു എക്സ് കണക്ക് അല്ലെങ്കിൽ ഒരു പ്ലസ് കണക്കുണ്ടാക്കി അതിൻ്റെ താഴെ അത് രണ്ടായിട്ട് കഷ്ണിച്ച് പോവാതെ കുറച്ച് ഭാഗം വിട്ടിട്ട് കട്ട് ചെയ്തായിട്ടേക്കുന്നത്. നിങ്ങൾക്കത് കാണാം, ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഒരു പ്ലസ് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിട്ട് ഒത്തിരി താഴോട്ട് വയ്ക്കുക. അപ്പോൾ അത് രണ്ട് കഷ്ണം ആവത്തുമില്ല, അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും മസാലയും കയറും. അപ്പോൾ അതിനെ ഞാൻ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനെ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തോ അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റണം. പിന്നെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ ഒരു ഉള്ളി, 2 തക്കാളി, പിന്നെ ഇച്ചിരി മല്ലിയില, ഒരു മുളക്, ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും പേസ്റ്റുമാണ്. അപ്പോൾ ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇപ്പോൾ കാണിച്ച ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റും എല്ലാം കൂടി ചേർത്ത് നമുക്ക് കുറച്ച് എണ്ണയിൽ ഒരു പാനിലിട്ട് ഫ്രൈ ചെയ്ത് വെക്കണം. അതിൽ കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടാതെ തന്നെ നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാനത് മിക്സിയിലിട്ടൊന്നു നന്നായിട്ട് അടിച്ചെടുത്ത് അതിനെ നല്ല കുഴമ്പ് കണക്ക് അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ചേർക്കൊത്ത് മസാലക്കറി ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പവുമാണ്, നന്നായിട്ടിരിക്കുകയും ചെയ്യും. അപ്പം നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വഴറ്റി അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു നിറത്തിൽ കിട്ടും. അതിനെ തണുക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് ഞാൻ. അത് തണുത്തതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ട് വെക്കാം. ഇത് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ചെയ്യാനുള്ള ജോലിയുടെ പകുതിയിൽ കൂടുതൽ അങ്ങ് തീരുകയും ചെയ്യും. അപ്പോൾ അതായത് നന്നായിട്ട് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇനി നമ്മൾ ആ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ച സെയിം ചീനച്ചട്ടിയിൽ തന്നെ നമുക്കിതെല്ലാം കൂടി ഒന്ന് ഡയറക്റ്റ് ഇട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ചൂടാക്കി ഈ ബാക്കി വന്ന മസാലയിൽ ഒരു ബൗള് വെള്ളം ഒഴിച്ച് അതും കൂടി അങ്ങ് അതിലോട്ട് ഇട്ട് അടച്ച് വെച്ച് അതിൽ കുറച്ച് കാശ്മീരി മിർച്ച് പൗഡർ ചേർക്കണം. അത് നല്ല നിറവും കിട്ടും. അപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്കൊന്നും എരി എടുക്കാതിരിക്കാനായിട്ടാണ് ഞാൻ ഈ മുളക് ഒന്ന് കുറയ്ച്ചിട്ട് കാശ്മീരി മിർച്ചിൻ്റെ 1 സ്പൂൺ കാശ്മീരി മിർച്ച് പൗഡർ ചേർക്കുന്നത്. നിങ്ങൾക്ക് നല്ല എരി ആവശ്യമാണെന്ന് വെച്ചാൽ എരി ചേർക്കാം, വേറെ എരിയുള്ള മുളക് പൊടി ചേർക്കാം. പിന്നെ ഇതിൽ ഞാൻ 1 സ്പൂൺ ആംചൂറിൻ്റെ പൗഡറും ചേർക്കണുണ്ട്. അതൊരു ചെറിയ ചെറിയൊരു പുളിപ്പ് കണക്ക് കിട്ടാനായിട്ടാണ്. അത് കൂടാതെ തന്നെ അത് നല്ല ടേസ്റ്റ് കൂട്ടാനും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് കാശ്മീരി മിർച്ച് പൗഡർ ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് മറ്റേ ആംചൂർ പൗഡറും കൂടി ചേർത്ത് അതും കഴിഞ്ഞ് ഒത്തിരി നേരം ഇളക്കിയിട്ട് നമ്മൾ ആ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ കറിയും ഈ വെണ്ടയ്ക്കയും കൂടെ ചേർന്നിട്ട് പിന്നെ നമുക്ക് ആ ഉപ്പ് ഒന്ന് കറക്റ്റ് ആയോ എന്നൊന്ന് ഉപ്പും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒരു ശകലം കൂടി അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇനി എല്ലാം ഇട്ടതിന് ശേഷം 1 സ്പൂൺ പെപ്പർ പൗഡറും കൂടി ഇട്ട് കൊടുക്കണം. ഇത് വയറിനൊക്കെ നല്ലതാണ് പെപ്പർ, അത് കാരണം ഞാൻ 1 സ്പൂൺ പെപ്പർ പൗഡർ ഇട്ടു. Oh wow, it's so delicious.
can try with rotis. It's very delicious. അപ്പോൾ നമ്മുടെ മസാലക്കറി തയ്യാറായിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. ട്രൈ ഇറ്റ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.